ചേട്ടൻ 10 വർഷത്തെ LDF-ൽ ഭരണത്തിൽ കട്ടയ്ക്ക് നിന്നു. അതായത് ചേട്ടൻ ഒരു ഇടതുകാരനും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ചേട്ടന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വേദനകളും ചേട്ടനെ മനസ്സിലാക്കി കാണും അതിൽ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും തൊഴിലാളികളും പാവപ്പെട്ടവരും മറ്റ് ശരണമില്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ് ചെങ്കൊടിയുമായി ഈ പ്രസ്ഥാനത്തിനെ അനുധാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും ചെത്തുതൊഴിലാളിയായിട്ടുള്ള ഒരാളിൻ്റെ മകനായിട്ടുള്ള സാധാരണക്കാരനായി ജീവിച്ചു വന്ന് പ്രവർത്തിച്ചു വന്ന് വലിയൊരു നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനിൽ നിന്നും വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഞാനും എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 10 വർഷത്തെ വീക്ഷിച്ചത്. തീർച്ചയായിട്ടും ആ 10 വർഷത്തെ വീക്ഷിച്ചത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വൃഥാവിലായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇടതുപക്ഷം എന്ന് കാണുന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല ആളുകളും അന്ധന്മാരും അടിമകളുമായിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ, പല കൊടികളും, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയോ, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അന്ധതയോ കൈമുതലായിട്ട് വെച്ച് പോകുന്ന ആളല്ല. ഞാൻ CCTV പോലെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഗവൺമെൻറ്റിനെയും പ്രതിപക്ഷത്തെയും സമൂഹത്തെ മൊത്തമായിട്ട് വീക്ഷിച്ചു വരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള നിലയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം എന്നുള്ള നിലയ്ക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഇടതുപക്ഷ ഭരണമായിരുന്നില്ല. കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ഞാൻ നോക്കുമ്പം, അല്ലെങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും BJP തമ്മിൽ എന്താണ് വ്യത്യാസം? സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് വ്യത്യാസം? കാശുള്ളവന് ജീവിക്കാം, അത്രേ ഉള്ളൂ. കാശുള്ളവർക്ക് ജീവിക്കാം. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവൻ ആരുടെയും കൊടി പിടിക്കാതെ പണിയെടുത്താൽ ജീവിക്കാം എന്നുള്ള തരത്തിലേക്ക് വന്നു. ഞാനൊന്നും അങ്ങനെയല്ല ഈ പ്രസ്ഥാനത്തെ കണ്ടിരുന്നത്. ദീർഘമായ 10 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് അല്ല. ഒരു 2 പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കേണ്ട കാലഘട്ടമാണ് 10 വർഷം എന്നുള്ളത്. ആ 10 വർഷത്തെ ഭരണത്തിന് കീഴിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ഭരണത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് എല്ലാ മന്ത്രിമാരും നന്നായിട്ട് ഭരണം കൈകാര്യം ചെയ്ത് സാധാരണക്കാരിലേക്ക് ഇടപെടണം. സാധാരണക്കാരും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളിലേക്കാണ് ഇടപെടേണ്ടത്. മുകളിലേക്കുള്ളവർ അവർക്ക് ജീവിച്ചു പോകാനുള്ള സാഹചര്യം, ഇടത്തരക്കാർ മുതൽ സമ്പന്നന്മാർ മുതൽ മുകളിലേക്കുള്ള ആളുകൾക്കെല്ലാം ജീവിച്ചു പോകാനുള്ള സാഹചര്യം അവർക്കുണ്ട്, സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസ് ഗവൺമെന്റിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കുന്ന തരത്തിലേക്ക് അവർ സ്വീകരിക്കാൻ ഒരു സാധ്യതയുമില്ല. BJP ഗവൺമെന്റ് ഒരിക്കലും സാധ്യതയില്ല. അവരൊക്കെ എന്ന് പറയുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വസിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്ന പക്ഷം സാധാരണക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.